വരൂ വരൂ, എന്റെ ബംഗ്ലാവിൽ താമസിക്കാനുള്ള വാടക തന്നോളൂ, താമസിച്ചോളൂ. എന്നിട്ട് സുഖമായി ഉറങ്ങിക്കോളൂ. അകത്ത് വലിയ തണുപ്പൊന്നുമില്ല, നിങ്ങൾക്ക് സുഖമായി ഉറങ്ങാം. ആഹാ, ഇന്ന് നല്ല ഭാഗ്യമുള്ള ദിവസാ. താങ്ക് യു മിസ്റ്റർ ഫോക്സ്. ബംഗ്ലാവ് നിങ്ങളാണ് ഉണ്ടാക്കിയതെങ്കിലും അതിന്റെ ഭാഗ്യം മുഴുവൻ അനുഭവിക്കുന്നത് ഞാനാ. ഇത് എന്റെ ബംഗ്ലാവാ മോട്ടു പത്രു. ഇതിന്റെ ക്ലീനിങ്ങിന്റെയും ഇന്റീരിയർ ഡെക്കറേഷന്റെയും പണി നിങ്ങളെ ഏൽപ്പിക്കാൻ പോവുകയാ. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരും ഒത്തു വേഗം വന്ന് പണി തീർത്തേക്ക്. ഓക്കെ, ജോലി തീർന്നാലുടനെ എന്നെ അറിയിച്ചേക്ക്, ഞാൻ വരാം. മിസ്റ്റർ ഫോക്സ്, ഡോണ്ട് വറി, എല്ലാം ശരിയാവുന്നേ. വരൂ വലിയേട്ടാ, നമുക്ക് പണി തുടങ്ങാംന്നേ. അയ്യോ അയ്യോ, മനുഷ്യന്മാർ വന്നിരിക്കുന്നു. എനിക്ക് എനിക്ക് അയ്യോ, ഞാനിപ്പോ എന്താ ചെയ്യാ? എനിക്ക് വേഗം എനിക്ക്. എല്ലാവരും എണീറ്റ് വേഗം ഒന്ന് ഒളിക്ക്. വേഗം വേഗം ഒന്ന് ഒളിക്ക്. എന്നാ ശരി വലിയേട്ടാ, ഒരു റൂം നിങ്ങളും ഗസീട്ട റാമിയും വൃത്തിയാക്കൂ. മറ്റൊരു മുറി ഞാനും പത്ലുവും വൃത്തിയാക്കിക്കോളാം. ഓക്കേ ഓക്കേ എന്റെ ചങ്കേ. വരൂ, നമുക്ക് ആദ്യം ഇവിടെ ക്ലീൻ ചെയ്യാം. എന്താ ഈ വീടിനകത്ത് വല്ലാത്തൊരു നാറ്റം. അല്ല പത്ലു, നീ എന്തിനാ കിടന്നിങ്ങനെ നിലവിളിക്കുന്നത്? അല്ല പത്ലു, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇതിനകത്ത് സൂക്ഷിച്ച എന്റെ അത്തിപ്പാറ അമ്മച്ചിയെ. എന്റെ പുറകിൽ എന്താ പഞ്ഞിക്കെട്ട് പോലൊരു സാധനം. പൊളിച്ചെടുത്തല്ലോ പത്ലു. അലമാരക്കകത്ത് കിങ് കോബ്രയും കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ മോട്ടുവും പത്ലും ആണെന്ന്. പക്ഷേ മോട്ടുവും പത്ലും അല്ല. കരടി പൊളിച്ചെടുത്തല്ലോ. എന്റെ അമ്മച്ചിയെ, എന്തൊരു വിധിയായത്. ഹലോ, എന്തൊക്കെയുണ്ട്? ഈ വീട് മൊത്തം മൃഗങ്ങളാണ്. നിക്ക് നിക്ക്, അല്ല നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ? അവരല്ലേ പേടിക്കണ്ടേ? ഇത് എന്റെ വീടല്ലേ. ബോർഡിൽ എഴുതിയിട്ടുണ്ട് ഫോക്സിന്റെ വീടാണെന്ന്. നമ്മളെ കണ്ടിട്ട് അവര് പേടിച്ചോടി, അവരെ കണ്ടിട്ട് നമ്മളും. എന്തൊക്കെ ആയാലും നമുക്കിനി സമാധാനായിട്ട് അകത്ത് പോയിട്ട് എല്ലാം വൃത്തിയാക്കാം. അവർ മനുഷ്യന്മാരാണ്, നമ്മൾ അവരെ പേടിക്കേണ്ട കാര്യമേ ഇല്ല. നമ്മൾ കാട്ടുമൃഗങ്ങളാണ്. മനുഷ്യർ നമ്മളെയാണ് പേടിക്കേണ്ടത്. നമ്മൾ അവരെ പേടിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. വരൂ, നമുക്ക് അവരെ പേടിപ്പിച്ച് ഓടിപ്പിക്കാം. കിങ് കോബ്ര, ബ്ലാക്ക് പാന്തർ, വേഗം വരൂ. മമ്മി, രക്ഷകനെ. വേണ്ട, വേണ്ട. കടിക്കല്ലേ. ബല്ലേ 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 ബല്ലേ. പൊളിച്ചടുത്തല്ല. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇത്രയും വലിയ പാമ്പിനെ കണ്ടിട്ടേ ഇല്ല. ഓടിക്കാ. എവിടെ?
ടാറ്റാ. ഇന്ന് വെച്ചോ. ഡോക്ടർ ജക്ക നിങ്ങൾ എവിടെയായിരുന്നു? ഓ എന്റെ ചങ്ക്, ഞാൻ അവരുടെ വർത്താനം കേട്ട് പേടിച്ചിരിക്കുവായിരുന്നു. ഞാൻ ആ മരത്തിന്റെ മുകളിലായിരുന്നു. അവര് പറയുന്നത് മുഴുവനും ഞാൻ കേട്ടു. നമുക്കിന്ന് രാത്രി ഇവിടെ എങ്ങാനും ഉറങ്ങാൻ ചങ്കുകളെ, അതാ നല്ലത്. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എന്റെ ചങ്കുകളെ, എന്റെ കയ്യിൽ ഈ ഗാഡ്ജറ്റ് ഉണ്ടല്ലോ, ഇതുമൂലം മൃഗങ്ങളുടെ എല്ലാ സംഭാഷണങ്ങളും എനിക്ക് മനസ്സിലാകും. ഈ ജട്ക ആരാണെന്നാ നിങ്ങൾ വിചാരിച്ചിരുന്നത്? പിന്നെയുണ്ടല്ലോ, അവർക്ക് നമ്മുടെ ഭാഷയും മനസ്സിലാവും. ആ, നിങ്ങൾ എല്ലാവരും ഈ ഗാഡ്ജറ്റ് കെട്ടിക്കോളൂ. എടുക്ക്. കൂട്ടുകാരെ, അവര് വളരെ ഫാസ്റ്റ് ആണ്. അവർ ഒരാളുടെ പുറത്ത് ഒരാൾ കയറി മുകളിലിരിക്കുന്ന ഫാൻ അഴിച്ച് താഴെ കൊണ്ടുവന്നു. എന്നിട്ട് അതൊരു ആയുധം പോലെ ഉപയോഗിച്ചു. ഞാൻ ഡാൻസ് കളിച്ചു വയ്യാതായി. എന്റെ ഇടുപ്പ് വേദനിക്കാൻ തുടങ്ങി. ഒരു വീരന്മാര് മാത്രമല്ല, അവര് നല്ലവര് കൂടെയാ. വിരുന്നുകാരെ സൽക്കരിക്കാൻ അവർക്ക് നന്നായിട്ട് അറിയാം. ഇത് കണ്ട, എനിക്കും ഇതൊക്കെ തന്നു. നമ്മളത്ര മോശക്കാരൊന്നുമല്ല, അങ്ങനെ തോൽക്കരുത്. ഞാൻ കാട്ടിലെ രാജാവ് സിംഹത്തിനടുത്തേക്ക് പോകുകയാണ്. അത് എന്റെ വീടാണ്. ഞാനത് ആർക്കും വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ പത്ലു? ലയൺ വന്നാല് നമ്മൾ എങ്ങോട്ട് പോകും? പെട്ടെന്ന് എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. ഡോക്ടർ ജഡ്ക, നിങ്ങൾക്കൊരു സിംഹത്തിനെ ഉണ്ടാക്കാൻ പറ്റുമോ? സിംഹരാജാവേ, എന്നെ സഹായിക്കണം. ഞാൻ അങ്ങയുടെ പ്രജയാണ്. എന്നെ രക്ഷിക്കേണ്ട കടമ അങ്ങയുടേതാണ്. എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഞാൻ വരാം, ഇപ്പൊ തന്നെ വരാം. എന്നിട്ട് അവനുള്ള ശിക്ഷ നമുക്ക് കൊടുക്കാം. സിംഹം. അല്ല, എത്ര സൂത്രക്കാരാണ് ഈ മനുഷ്യന്മാർ. അയ്യോ സിംഹരാജാവേ, അത് വേഷം കെട്ടിയതാണ്, വിശ്വസിക്കരുത്. സിംഹരാജാവേ, ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്. ഇവിടെ മറ്റു മൃഗങ്ങളെ കൊണ്ട് വളരെ ശല്യമാണ്. ഒരു കുറുക്കനാണെങ്കിൽ ഓരിയിട്ടുകൊണ്ട് എന്നെ ഉറങ്ങാനേ സമ്മതിക്കുന്നില്ല. ഞാൻ എവിടേക്കെങ്കിലും പോവുകയാണ്. എന്നെ സഹായിക്കാനാണെങ്കിൽ ഇവിടെ ആരും തന്നെ ഇല്ല. അയ്യോ, ഈ നാടകക്കാരെ വിശ്വസിക്കരുത്. അവർ പറയുന്നതെല്ലാം നുണയാണ്. ഇന്നത്തതിന് ശേഷം ഈ ബംഗ്ലാവിൽ ആരും വരില്ല. ഇത് നിന്റേതായിരിക്കും, നിന്റേത് മാത്രമായിരിക്കും. അയ്യോ മഹാരാജൻ, എന്നെ വിശ്വസിക്കൂ. ഇത് വേഷം കെട്ടിയ പെൺസിംഹമാണ്. ഇവരെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് അടിച്ചോടിപ്പിക്കണം. ഇത്രയ്ക്ക് ധൈര്യമോ? എന്റെ റാണിയെ ഉപദ്രവിക്കാൻ മാത്രം വളർന്നോ? മഹാരാജൻ, ഞാൻ പറയുന്നത് ശരിയാണെന്ന് നോക്ക്. ഓക്കേ, ഇപ്പൊ തന്നെ നോക്കിയേക്കാം. വേണ്ട വേണ്ട വേണ്ട, അവൻ പറയുന്നതൊന്നും വിശ്വസിക്കരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോവും. ആ, ഓ, അപ്പൊ നിനക്ക് ഭയമുണ്ടല്ലേ? നിന്റെ കള്ളി വെളിച്ചത്താകുമെന്നോ? ചതി, എന്നെ ചതിക്കുകയായിരുന്നു. ഇനി നിന്റെ ഊഴമാണ്. എന്റെ റോള് കഴിഞ്ഞു. ഞാൻ എന്താ ചെയ്യാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? മോട്ടു സമോസ കഴിക്കുക, എന്നിട്ട് പണി തുടങ്ങ. പൊളിച്ചേ. സിംഹം സാറേ, ആദ്യം അവിടെ ഇരുന്ന് ഞാൻ പറയുന്നതൊന്ന് കേക്ക് പ്ലീസ്. ഇത് തെറ്റിദ്ധാരണയാണ്. എല്ലാവരും അകത്തോട്ട് വാ. ഈ മനുഷ്യൻ ശക്തിശാലി മാത്രമല്ല, നല്ലവനും കൂടിയാണ്. എന്റെ തീരുമാനം ഇതാണ്. എത്ര നാൾ ഇവർ ഇവിടെ ഇരിക്കുന്നുവോ അതുവരെ ഇവിടെ ആരും വരാൻ പാടില്ല. ഈ മനുഷ്യൻ ഇവിടെ നിന്ന് പോയതിനു ശേഷം നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ തീർച്ചയായും വരാം. ഇതെന്റെ കൽപ്പനയാണ്. പൊളിക്കടുത്തല്ലോ. നല്ലൊരു തീരുമാനത്തിനെ എടുത്തിരിക്കുന്നത്. ഞങ്ങൾക്കിത് സമ്മതമാണ് മഹാരാജാവേ. അപ്പോൾ എന്റെ വാടക ആര് തരും മഹാരാജൻ? ഇതുകൂടി കേട്ടിട്ട് പൊയ്ക്കോ. ഇനി മുതൽ നിനക്ക് വാടകയും കിട്ടില്ല. എന്തെങ്കിലും ജോലി ചെയ്ത് പണമുണ്ടാക്കാൻ നോക്ക.
ഇവർ സൗജന്യമായി എന്റെ താമസിക്കും. സിംഹരാജാവേ, നിങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട്. ഇപ്പൊ മിസ്റ്റർ ഫോക്സിന് ഇവിടുന്ന് പോകാനുള്ള സമയമായിരിക്കുക. ഞങ്ങൾ നിങ്ങളെയെല്ലാം ഫ്രീ ആയിട്ട് കാട്ടിൽ കൊണ്ടുപോയി വിട്ടേക്കാം. എന്താ? ഓക്കേ, ബൈ ബൈ. ബൈ ബൈ. മോട്ടു പത്ലു, ഞാൻ എല്ലാം അവിടെ പതുങ്ങി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. എനിക്കറിയാമായിരുന്നു ഈ പ്രശ്നം നിങ്ങളെ കൊണ്ടേ പരിഹരിക്കാൻ പറ്റൂ എന്ന്. അതുകൊണ്ടാ ഈ ജോലി നിങ്ങളെ ഏൽപ്പിച്ചത്. നിങ്ങൾ ഈ ജോലി ഏറ്റെടുത്തില്ലെങ്കിലോ എന്ന് കരുതിയാ മൃഗങ്ങളുടെ കാര്യം പറയാഞ്ഞത്. ഇപ്പൊ എല്ലാം ഓൾ റൈറ്റ്. താങ്ക് യു ആൻഡ് ലെറ്റ് us have a party. അയ്യോ അതെ, ഞാനും ആ പാർട്ടിയിൽ പങ്കെടുത്തോട്ടെ. കഴിക്കാനും ഇഷ്ടം പോലെ കിട്ടും. എനിക്ക് ഡാൻസും ചെയ്യാലോ. Watch India's largest kids library only on Jio Hotstar. Download the app now.